നമസ്കാരം. വനം വകുപ്പിലെ ഹണി ട്രാപ്പ് വിവാദങ്ങൾക്കിടെ നിർണായക നീക്കവുമായി വിജിലൻസ്. പാലോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എൽ സുധീഷ് കുമാറിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരിട്ടുള്ള നിർദ്ദേശത്തെ തുടർന്ന് വിജിലൻസ് നടത്തിയ നീക്കമാണ് നിർണായകമായത്. 2023 കേസിലാണ് നിർണായക അറസ്റ്റ്. 2023 പരുത്തിപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത കേസ് ഒഴിവാക്കാൻ പ്രതികളിൽ നിന്നും കൈക്കൂലി വാങ്ങിയതാണ് കേസ്. നേരത്തെ തന്നെ വിജിലൻസ് അന്വേഷണം നടത്തുകയായിരുന്നു. വനം വകുപ്പിലെ പല ആരോപണങ്ങളിലും സംശയനിഴലായ വ്യക്തിയാണ് സുധീഷ് കുമാർ. ഈ സാഹചര്യത്തിൽ പലവിധ പരാതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിട്ടി. ഇതെല്ലാം പരിശോധിച്ചാണ് വിജിലൻസിന് കർശനമായ അന്വേഷണത്തിന് മുഖ്യമന്ത്രി നിർദ്ദേശവും നൽകിയത്. വനം വകുപ്പിൽ ഈയിടെ നടന്ന ഹണി ട്രാപ്പ് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ പുറത്തു കൊണ്ടുവന്നത് മറുനാടനാണ്. ഇതോടെ വനം മന്ത്രിയുടെ ഓഫീസിലെ ചിലരുടെ പിന്തുണയിൽ വിലസിയ മാഫിയ പെട്ടുപോയി. ഇതിന്റെ പ്രതിഫലനമാണ് പാലോട്ടെ പ്രധാനിയുടെ അറസ്റ്റ്. സംരക്ഷിത വിഭാഗത്തിൽപ്പെട്ട ഇരുതലമൂരി പാമ്പിനെ കടത്താൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ കൂട്ടുനിന്നെന്ന ആരോപണം ഉയർന്നത് 2023 അതിന് കൈക്കൂലി 1.45 ലക്ഷം രൂപ വാങ്ങിയെന്നും ആരോപണമെത്തി. കള്ളത്തടി കടത്താൻ ഉപയോഗിച്ച ലോറി വിട്ടുകൊടുക്കാൻ 35,000 രൂപ കൈക്കൂലി, കൈവശ ഭൂമിയിലെ റബ്ബർ വെട്ടാൻ 1,00,000 രൂപയും തടിമില്ലിന്റെ ലൈസൻസ് പുതുക്കാൻ 3,000 രൂപയും കൈക്കൂലി. ഇങ്ങനെ വ്യാപകമായി കൈക്കൂലി പിരിച്ച തിരുവനന്തപുരം പരുത്തിപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്കും ഡ്രൈവർക്കും അടിയന്തര സസ്പെൻഷൻ നൽകിയത് 2024 ഫെബ്രുവരിയിലാണ്. വനം വകുപ്പിന് അവമതിപ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇരുവരും നടത്തിയതെന്ന് ഭരണവിഭാഗം മേധാവിയുടെ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. റേഞ്ച് ഓഫീസർ എൽ സുധീഷ് കുമാർ, ഡ്രൈവർ ആർ ദീപു എന്നിവരെയാണ് വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്തത്. സർവീസിൽ പിന്നീട് തിരിച്ചെത്തിയ സുധീഷ് കുമാറിന് പാലോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ നിയമനം ലഭിച്ചു. ഇതിന് പിന്നിൽ വലിയ കളികൾ നടന്നു. ഇത് മനസ്സിലാക്കിയാണ് വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടത്. അന്ന് സസ്പെൻഷനിടെ പരുത്തിപ്പള്ളി ഫോറസ്റ്റ് ഓഫീസിൽ നിയമന ഉത്തരവില്ലാതെ എത്തി കസേര കയ്യേറിയത് ഏറെ വിവാദമായിരുന്നു. ഓഫീസിൽ അതിക്രമിച്ചു കയറി മണിക്കൂറുകളോളം ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്ന റേഞ്ച് ഓഫീസർ ശ്രീജു നൽകിയ പരാതിയിൽ കേസെടുത്ത പോലീസ് സ്ഥലത്തെത്തി സുധീഷിനെ പറഞ്ഞയക്കുകയായിരുന്നു. അന്ന് 11 മണിയോടെ തുടങ്ങിയ നാടകം 5 മണിയോടെ കാട്ടാക്കട SHO മൃദുൽകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തിയാണ് അവസാനിപ്പിച്ചത്. സുധീഷ് കുമാറിനെ 6 മാസം മുൻപ് സസ്പെൻഡ് ചെയ്തത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ റദ്ദാക്കിയിരുന്നു. ഈ ഉത്തരവിന്റെ പിൻബലത്തിലായിരുന്നു കസേര കയ്യേറ്റം. അന്ന് സസ്പെൻഷൻ റദ്ദാക്കിയിട്ടില്ലെന്ന് DFO വ്യക്തമാക്കുകയും ചെയ്തു. റേഞ്ച് ഓഫീസറുടെ നിയമനാധികാരിയായ വനം മേധാവിക്ക് എതിരെ സസ്പെൻഷന് അധികാരം ഉള്ളൂ. സുധീർ കുമാറിനെ സസ്പെൻഡ് ചെയ്തത് പക്ഷേ അഡ്മിനിസ്ട്രേഷൻ അഡീഷണൽ PCF ആണ്. ഈ അപാകത ചൂണ്ടിക്കാട്ടി നടപടി നിയമപ്രകാരം വേണമെന്നാണ് ട്രൈബ്യൂണൽ ഉത്തരവെന്നും DFO പറഞ്ഞിരുന്നു. അന്ന് സുധീഷ് കുമാർ ഓഫീസിലെത്തുമ്പോൾ നിലവിലെ റേഞ്ച് ഓഫീസർ ശ്രീജു പാലോട്ട് യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ നെയിം ബോർഡ് മാറ്റി സുധീഷ് തന്റെ ബോർഡ് സ്ഥാപിച്ചു. സസ്പെൻഷൻ റദ്ദ് ചെയ്ത സ്ഥിതിക്ക് പഴയ തസ്തികയിലേക്ക് തിരികെ വരാമെന്നും അതിന് നിയമന ഉത്തരവ് വേണ്ടെന്നും സുധീഷ് കുമാർ മറ്റുള്ളവരോട് വാദിക്കുകയും ചെയ്തിരുന്നു. സസ്പെൻഷൻ റദ്ദാക്കിയെന്ന പേരിൽ ഓഫീസിലെത്തി കസേര കയ്യേറിയത് ഗുരുതര അച്ചടക്ക ലംഘനമാണെന്ന് വനം വകുപ്പ് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഉന്നത പിടിപാട് കാരണം സുധീഷ് വീണ്ടും ഫോറസ്റ്റിൽ സജീവമായി. ഇതിനിടെയാണ് ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉയർന്നത്. ഇതോടെ വനം വകുപ്പിലെ അഴിമതിയിൽ കർശന നിലപാടെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജിലൻസിന് നിർദ്ദേശം നൽകി. ഈ പശ്ചാത്തലത്തിലാണ് സുധീർ കുമാറിന്റെ അറസ്റ്റ്. ഇതിനു മുൻപും അന്വേഷണ വിധേയമായി സുധീഷിനെ പരുത്തിപ്പള്ളിയിൽ നിന്നും സ്ഥലം മാറ്റിയിരുന്നെങ്കിലും സംഘടനാ നേതൃത്വം ഇടപെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ ഇയാളെ പരുത്തിപ്പള്ളിയിൽ തന്നെ നിയമിച്ചതും വിവാദമായിരുന്നു.